ഹലോ, സയൻസ് ഓഫ് അഡിക്ഷൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ തലച്ചോറ് രൂപപ്പെടുന്ന ഒരു മാരകമായ വിഷപദാർത്ഥമാണ് തിക്ക് അഥവാ ടെട്രാഹൈഡ്രോ ഐസോക്വിനോലിൻ. പേര് കേട്ട് പേടിക്കണ്ട, തിക്ക് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന മദ്യം ചില ബൈ പ്രൊഡക്ട്സുകളായിട്ട് മാറുന്നുണ്ട്. ഇവ ആദ്യം അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു, പിന്നീടത് അസറ്റിക് ആസിഡായിട്ട് മാറുന്നു, പിന്നീടത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന അസറ്റാൽഡിഹൈഡ് ഒരു വിഷപദാർത്ഥമാണ്. ഈ അസറ്റാൽഡിഹൈഡ് നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പോമിൻ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഡോപ്പോമിനുമായി ചേർന്ന് രൂപപ്പെടുന്ന ഒരു മാരകമായ വിഷമാണ് തിക്ക് അഥവാ ടെട്രാഹൈഡ്രോ ഐസോക്വിനോലിൻ എന്ന് പറയുന്നത്. ഇവയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡോപ്പോമിനുമായി ചേരുന്നു എന്നുള്ള കാരണത്താൽ ഇത് ഡോപ്പോമിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുന്നു. രണ്ടാമതായിട്ട്, ഡോപ്പോമിനെ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇത് ഡാമേജ് ആക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ മസിൽസിന്റെ മൂവ്മെന്റിന് ഏറ്റവും ആവശ്യമായ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പോമിൻ. ഇത് ഡോപ്പോമിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുന്നു എന്ന കാരണത്താൽ ബ്രെയിനിന് നമ്മുടെ ശരീരത്തിലുള്ള മസിൽസിനെ കൃത്യമായി നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ഇത് നമ്മുടെ ബ്രെയിനിലുള്ള മറ്റു കോശങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഡിമെൻഷ്യ, അൾസിമേഴ്സ് പോലെയുള്ള ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുന്നു. മൂന്നാമതായിട്ട്, ഡോപ്പോമിന്റെ ഉൽപാദനം നമ്മുടെ ബ്രെയിനിൽ കുറയുന്നു എന്ന കാരണത്താൽ ശരീരത്തിൽ പഴയ പോലുള്ള ആനന്ദവും പ്ലഷറും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മദ്യപാനിക്ക് കൂടുതൽ മദ്യപിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ തിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. നന്ദി.